ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ കലയാൻറ്റി ഉണ്ടല്ലോ കപ്പപ്പുട്ട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. ഇതിവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കപ്പ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് പിന്നെ അതിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ നീര് കളഞ്ഞിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് തളിച്ച് കൊടുക്കുവാണേ. ശരിക്കും ഞാൻ കപ്പപ്പുട്ട് കഴിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇങ്ങനത്തെ അല്ല, ഉണക്കക്കപ്പയുണ്ടല്ലോ. പണ്ട് ഞങ്ങൾ ഈ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരുമൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അമ്മയും അപ്പച്ചിയൊക്കെ ഈ ഉണക്കക്കപ്പ ഉണ്ടാവുമല്ലോ വീട്ടിലൊക്കെ. അപ്പോൾ ഉണക്കക്കപ്പ കൊണ്ടുവന്ന് ഒരെല്ലാത്തിട്ട് ഇങ്ങനെ ഇടിച്ച് അരിച്ച് അത് പുട്ടുണ്ടാക്കും. അയ്യോ, അതിന് എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാമോ. പിന്നെ കുറേ നാൾ ഇവിടെ നമ്മൾ അതൊന്നും കിട്ടാത്തൊരു ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ അതിങ്ങനെ കൊതിച്ച് നടന്നിട്ടുണ്ട്. ദൈവമേ, എവിടെന്നെങ്കിലും കുറച്ചൊന്ന് കിട്ടിയെങ്കിലും. അത്രയും ടേസ്റ്റാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അത് കേട്ടോ. എന്തായാലും കലയാൻറ്റി അത് പുട്ടുണ്ടാക്കാനായിട്ട് എല്ലാം ഇപ്പോൾ റെഡിയാക്കി വെച്ച് തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഇത് മക്കൾക്ക് അധികം കൊടുത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വായിൽ വെച്ച് കൊടുത്തേ ഉള്ളൂ. കാരണം അവർക്ക് ഇനി നമ്മളിങ്ങനെ എടുക്കുന്നതായതുകൊണ്ട് ഇനി കപ്പയുടെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും അവർക്ക് വരുമോ, അല്ലെങ്കിൽ ഗ്യാസ് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഞാൻ ഈ കപ്പപ്പുട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ അധികം. അപ്പോൾ വേണ്ട നമ്മുടെ കലയാൻറ്റി പുട്ട് വെക്കുവാണേ. ഈ കപ്പയ്ക്ക് കട്ട് കാണുമെന്നൊക്കെ ഈ അമ്മച്ചിമാർ പറയുന്നത് കേട്ടിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം ചില കപ്പയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ 2 വെള്ളം ഊറ്റണം 3 വെള്ളം ഊറ്റണം അങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്യാത്ത കപ്പയായതുകൊണ്ട് ഞാൻ എന്തായാലും പിള്ളേർക്ക് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഈ കപ്പപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ തേങ്ങ അരച്ച അയിലക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കപ്പപ്പുട്ടുമാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ. സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. സാധാരണ തന്നെ പുട്ടും മീൻകറിയും ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അതും പുട്ടും തലേന്നത്തെ മീൻകറിയും കഴിക്കണം, അതൊരു വേറൊരു ടേസ്റ്റാണ്. ഞാനൊക്കെ വീട്ടിൽ ഞാൻ പറയാറില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കുമ്പോൾ പുട്ടെന്നല്ല എന്തായാലും ഞാൻ തലേ ദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ ഇനി ചമ്മന്തി ആയാലും സാമ്പാറായാലും ഞാൻ കുറച്ച് മീൻകറിയും കൂടെ കഴിക്കും കേട്ടോ അതിൻ്റെ കൂടെ. കിച്ചണൊക്കെ അലങ്കോലമായി കിടക്കും കേട്ടോ. എന്താ പറയുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് കലയാൻറ്റി കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ കിട്ടിയ രീതിക്ക് അങ്ങ് വീഡിയോ എടുക്കുമായിരുന്നേ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കപ്പപ്പുട്ട് റെഡിയായി. നല്ല ആവി പറക്കുന്ന പുട്ട് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുമല്ലേ. ഇത് കണ്ടാൽ തോന്നി ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, ഇത് തന്നെ കഴിച്ചാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുന്നു. എന്നാലും ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട്. കാരണം ഞാനൊരു ഡയറ്റിലായത് ഇത് ചിക്കൻ ഫ്രൈ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തതാണ്. പിന്നെ ഫിഷ് കറിയുണ്ട്, നമ്മുടെ തേങ്ങ അരച്ച അയിലക്കറി, പിന്നെ നമ്മുടെ കപ്പപ്പുട്ടും. ഞാൻ ഈ കാർബ്സ് അധികം കഴിക്കാത്തതുകൊണ്ട് കുറച്ച് കപ്പപ്പുട്ട് എടുത്ത് കുറച്ചധികം മീനൊക്കെ കൂട്ടി പിന്നെ ആ ചിക്കൻ ഗ്രില്ല് ചെയ്തൊക്കെ കൂട്ടിയാണ് രാത്രിയിൽ കുറച്ച് വയറ് നിറയ്ക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് പ്യുവർലി വെജിറ്റബിൾസ് മാത്രം, അതും കുക്ക് ചെയ്യാതെ അത് മാത്രം കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു മുട്ട കഴിച്ചാലായി. അതാണ് ഇപ്പം എൻ്റെ ഡെയിലി ഡയറ്റ്. പക്ഷേ ഇതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപാര ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ശരി, ഇനി ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.